വൺ പ്ലസ് എന്ന് കേൾക്കുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഓക്സിജൻ OS, ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, വാല്യൂ ഫോർ മണി, ബെസ്റ്റ് പെർഫോമൻസ്, ടെക് എന്തൂസിയാസ്റ്റ്, അതായത് ടെക് ഫോളോ ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ്, അതായത് വൺ പ്ലസിന്റെ ബ്രാൻഡിങ്. ഞാൻ ഇന്നലെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സിൽ കയറി വൺ പ്ലസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മദർ ബോർഡ് ഡെഡായ വൺ പ്ലസ് ഫോണിന്റെ മേളിൽ റീത്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. യെസ്, ഗ്രീൻ ലൈൻ ഇഷ്യൂവിന് ശേഷം പുതിയൊരു ഇഷ്യൂ വന്നിരിക്കുകയാണ്. അതാണ് മദർ ബോർഡ് അടിച്ചു പോകുന്ന ഇഷ്യൂസ്. വീഡിയോ ഫുള്ള് കാണുക, വളരെ ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, എല്ലാം ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫോണിന്റെ മദർ ബോർഡ് അടിച്ചു പോയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ബ്രാൻഡാണ് പോക്കോ. എനിക്ക് തോന്നുന്നത് പോക്കോനെ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ഇട്ടത് ഞാനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വീഡിയോ ഇട്ടതിന് പിറ്റേ ദിവസം എനിക്ക് പോക്കോയുടെ സൈഡിൽ നിന്ന് മെസ്സേജും കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോ, ചാനലിലൊരു വീഡിയോ കിടക്കുന്നത് കണ്ടല്ലോ, എന്താണാവോ? ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബ്രാൻഡിനെയും നിങ്ങളുടെ ഫോണിനെയും ചീത്ത വിളിച്ചിട്ടുള്ള കമൻസ് കൊണ്ട് പൊരുതിമുട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് പോക്കോ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ഫോൺസിൽ മദർ ബോർഡ് ഇഷ്യൂസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്പോളജി അല്ലെങ്കിൽ ഒഫീഷ്യൽ അക്സെപ്റ്റൻസ് പോസ്റ്റ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോക്കോ F4 വന്നിരുന്നല്ലോ, അതിന്റെ കൂടെ പോക്കോ 2 വർഷത്തെ വാറന്റിയാണ് തന്നത്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് തോന്നുന്നു പോക്കോയുടെ ഫോൺസിൽ അങ്ങനെ വ്യാപകമായിട്ടുള്ള മദർ ബോർഡ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ദുഷ്പേരുണ്ടല്ലോ, അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എനിവേ, ബാക്ക് ടു വൺ പ്ലസ്. സോ വൺ പ്ലസിന്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഓർമ്മ ഉണ്ടല്ലോ, മറക്കാൻ പറ്റുമോ? ഞാൻ ആക്ച്വലി ഈ ഒരു ഇഷ്യൂനെ കുറിച്ച് കഴിഞ്ഞ വർഷം 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഗ്രീൻ ലൈൻ, എന്തുകൊണ്ടാണ് വരുന്നത്, വൺ പ്ലസിന്റെ സിറ്റുവേഷൻ എന്താണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒരുപാട് ക്രിറ്റിസിസം വന്നതിന് ശേഷം വൺ പ്ലസ് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ടും എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന എല്ലാ ഫോൺസിലും, അതായത് അത് ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിലും വാറന്റി ഉള്ള ഫോൺസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഗ്രീൻ ലൈൻ ബാധിച്ച ഡിസ്പ്ലേകൾ വൺ പ്ലസ് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൺ പ്ലസിന്റെ തന്നെ നോഡ് 2 സംഭവിച്ച ഒരുപാട് ബാറ്ററി ബ്ലാസ്റ്റ് കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചുള്ള വീഡിയോയും ചാനലിൽ കിടപ്പുണ്ട്. ഈ ഓഗസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ മാസം വന്ന ഓഗസ്റ്റ് അപ്ഡേറ്റ്, ഈ ഓഗസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പലരുടെയും വൺ പ്ലസ് ഫോണിന്റെ മദർ ബോർഡ് കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് വൺ പ്ലസ് 9 സീരീസിലുള്ള വൺ പ്ലസ് 9 Pro, 9, 9R ആൻഡ് 9RT ഈ 4 ഫോൺസും ആൻഡ് വൺ പ്ലസ് 10 സീരീസിലുള്ള 10 Pro, 10T ആൻഡ് 10R ഈ പറഞ്ഞ ഫോൺസിനെയാണ് ഈ മദർ ബോർഡ് ഇഷ്യൂ ബേസിക്കലി എഫക്ട് ചെയ്യുന്നത്. ഭൂരിഭാഗം ഫോണുകൾ ഓക്കെ ആണ്, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ കംപ്ലയിൻസിന്റെ എണ്ണം ഉണ്ടല്ലോ, അതിങ്ങനെ കൂടി വരികയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ട്വിറ്ററിൽ കയറി നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ മദർ ബോർഡ് അടിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ടുള്ള കംപ്ലയിന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റിയിലും ഇതേ അവസ്ഥയാണ്. ഓക്കെ, കുറേ കംപ്ലയിൻസ് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് വൺ പ്ലസ് പുറത്തുവിട്ട് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വി നോ മദർ ബോർഡ് റിപ്പയർസ് ക്യാൻ ബി കോസ്റ്റ്ലി ബട്ട് വി ആർ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദം മോർ അഫോർഡബിൾ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം മദർ ബോർഡ് റീപ്ലേസ്മെന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. തീർച്ചയായിട്ടും ഞാൻ വൺ പ്ലസിന്റെ സൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതാ കണ്ടില്ലേ, 25,000, 30,000, 35,000, ഈവൻ 40,000 രൂപ വില വരുന്ന മദർ ബോർഡുകൾ. ഞാൻ 9 and 10 സീരീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഈവൻ 40,000 റുപ്പീസ് വില വരുന്ന മദർ ബോർഡുകളും ഈ പറഞ്ഞ സീരീസിലുള്ള ഫോൺസിലുണ്ട്. ഓക്കെ, സോ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് അനുസരിച്ച്, അതായത് ചില യൂസേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺ പ്ലസ് ചിലർക്ക് 10%, 20%, 30% വരെയുള്ള ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി, 50,000, 55,000 രൂപ കൊടുത്തിട്ട് ഫോൺ വാങ്ങിയ കസ്റ്റമേഴ്സ് ഈ 2-2.5 വർഷം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും 28,000, 30,000 രൂപ കൊടുത്തിട്ട് മദർ ബോർഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എനിക്കറിയാം ഒരു പക്ഷേ ഈ പറഞ്ഞ ഫോണുകൾ ഔട്ട് ഓഫ് വാറന്റി ആയിരിക്കും, പഴയ ഫോൺസ് അല്ലേ. പക്ഷെ സ്റ്റിൽ നിങ്ങൾ അയച്ച അപ്ഡേറ്റ് കാരണം അടിച്ചുപോയ മദർ ബോർഡുകൾ നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ റീപ്ലേസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും, ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് പലതവണ പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ട്രിക്റ്റ് റൂൾസ് ഇറക്കണം. അതായത് ഈ ഹാർഡ്വെയർ ഡിഫക്റ്റ് എന്തായാലും വാറന്റിയിൽ വരുന്നുണ്ടല്ലോ, ഈവൻ ഈ സോഫ്റ്റ്വെയർ അതും വാറന്റി, ആക്ച്വൽ വാറന്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷവും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുന്ന പ്രശ്നങ്ങൾ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ ബ്രാൻഡുകൾ കറക്റ്റ് ചെയ്ത് തരണം. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ പോക്കോ ചെയ്തതുപോലെ, അതായത് 2 വർഷത്തെ വാറന്റി അല്ലെങ്കിൽ 3 വർഷത്തെ വാറന്റി. പ്രത്യേകിച്ചും ഈ വില കൂടിയ പ്രീമിയം ഫോൺസ് ഉണ്ടല്ലോ, അത് വൺ പ്ലസ് മാത്രമല്ല ഏത് ബ്രാൻഡിന്റെയും വില കൂടിയ പ്രീമിയം ഫോൺസിന്റെ കൂടെ 2 അല്ലെങ്കിൽ 3 വർഷത്തേക്കുള്ള വാറന്റി തീർച്ചയായിട്ടും തരണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിയമം വരണം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റിംഗ്സിൽ കയറിയിട്ട്, അതായത് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സെറ്റിംഗ്സിൽ കയറിയിട്ട് അപ്ഡേറ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മദർ ബോർഡ് അടിച്ചു പോകണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഭൂരിഭാഗം ആളുകളുടെ ഫോൺസ് സേഫ് ആണ്. പക്ഷെ നിങ്ങളുടെ ഫോണിന്റെ മദർ ബോർഡ് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺ പ്ലസിന്റെ സർവീസ് സെന്ററിനെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ ട്വിറ്ററിലും അല്ലെങ്കിൽ വൺ പ്ലസിന്റെ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാവരും ടാഗ് ചെയ്യുക. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
എനിക്കിതുപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ബ്രാൻഡിനെ ക്രിട്ടിസൈസ് ചെയ്യാം. എന്നാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അത് ഞാൻ മാത്രം ചെയ്താൽ പോരാ, എല്ലാവരും ചെയ്യണം. ഓക്കെ, സോ എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.